GLP അനലോഗ്സ് ആൻഡ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. നമുക്കറിയാം, ഇപ്പോൾ ആളുകൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് GLP അനലോഗ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ്. വി ഹാവ് മെഡിക്കേഷൻസ് ലൈക്ക് ടെർസിപ്പാറ്റൈഡ്, സെമാഗ്ലൂട്ടൈഡ്. ഇത്തരം മെഡിക്കേഷൻസ് ഇപ്പോൾ മൊഞ്ചാരോ, വിഗോവി, ഈ ഒരു ബ്രാൻഡ് നെയിമുകളിലൊക്കെയാണ് ആളുകളിലേക്ക് എത്തുന്നത്. ഇത്തരം മരുന്നുകൾ എടുക്കുന്നത് വഴി നിങ്ങളുടെ വെയിറ്റ് സിഗ്നിഫിക്കൻ്റ് ആയി നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ BMI 30 മുകളിലുള്ളവരാവട്ടെ, അല്ലെ 27 മുകളിലുള്ള എന്തെങ്കിലും ഒബീസ് ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഡയബറ്റിസ്, ഫാറ്റ് ലിവർ, ഇതൊക്കെ ഉള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് ഇത്തരം മെഡിസിൻസ് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ PCOD റിവേഴ്സ് ചെയ്യാനും ഇത്തരം മെഡിസിനുകൾക്ക് കഴിവുണ്ട്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടുണ്ടായിരുന്ന ഒരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗം കൂട്ടാനുള്ള ഒരു സാധ്യത ഈ മരുന്നുകൾക്കുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന 1-2 കേസ് റിപ്പോർട്ടുകളെ ആധാരപ്പെടുത്തിയാണ് ഇത്തരം സംശയങ്ങൾ വന്നിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം ഇതിന് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സ്വീഡിഷ് നാഷണൽ സ്റ്റഡി പുറത്തു വന്നിരിക്കുകയാണ്. ഇത് 90,000 ആളുകളിൽ നടത്തിയിരിക്കുന്ന ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, എന്ന് പറഞ്ഞ ഒരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ്. ഈ പഠനത്തിൽ ഡയബറ്റിക് ആയ അതോടൊപ്പം തന്നെ മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പഠനത്തിന്റെ അവസാനം ഇപ്പൊ നമ്മൾ ഒരു 3 വർഷത്തിന് ശേഷം എത്തിയിരിക്കുന്ന ഒരു ഡാറ്റ എന്ന് പറയുന്നത് അവരുടെ മാനസിക വ്യത, വിഷാദം ഇതൊക്കെ കുറയ്ക്കാനാണ് ഇത്തരം മരുന്നുകൾ സഹായിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം മെഡിക്കേഷൻസ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് പേഷ്യൻസിന്റെ വെയിറ്റ് കുറയുന്നു, അവരുടെ മെറ്റബോളിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വിഷാദരോഗവും കുറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള സന്ദേശമാണ് ഈ പഠനം നമുക്ക് നൽകുന്നത്. താങ്ക് യു. Stay healthy. Follow for more.